നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിനെ കുറിച്ചുള്ള ചർച്ചകളും അല്ലെങ്കിൽ അതിന്റെ പ്രതിഷേധങ്ങളൊന്നും ഒരു തരത്തിലും അവസാനിച്ചിട്ടില്ല. പോലീസിനെതിരെ അല്ലെങ്കിൽ അവരത് നിയന്ത്രിച്ചതിനെതിരെ കടുത്ത രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വിമർശനം ഉയരുന്നത്. അപ്പോൾ കൂടുതൽ തെളിവുകളാണ് അല്ലെങ്കിൽ അവർക്കെതിരെ നടപടികളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. പൂരം അലങ്കോലപ്പെട്ടതിനെ കമ്മീഷണർ അങ്കിത് അശോക്, അസിസ്റ്റന്റ് കമ്മീഷണർ കെ സുദർശനൻ എന്നിവരെ അടിയന്തരമായി സ്ഥലം മാറ്റാനുള്ള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ഉടൻ ഉണ്ടാകും. കമ്മീഷണറെ മാറ്റുമെന്ന് തന്നെയാണ് സർക്കാരിന്റെ പ്രതീക്ഷ. പകരം കമ്മീഷണറായി നിയമിക്കാൻ 3 ഉദ്യോഗസ്ഥരുടെ പേര് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആഭ്യന്തര വകുപ്പ് കൈമാറി. തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സന്ദർഭത്തിൽ പൂരം അലങ്കോലപ്പെട്ടത് രാഷ്ട്രീയ ചർച്ചയായിട്ടുണ്ട്. ഇതോടെയാണ് നടപടിക്ക് സർക്കാർ തീരുമാനിച്ചത്. പോലീസിന്റെ നടപടികളിൽ ഉയർന്നു വന്ന പരാതികൾ DGP അന്വേഷിക്കും. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. പൂരത്തിലുണ്ടായ വീഴ്ച സംബന്ധിച്ച് ഇന്റലിജൻസ് മേധാവി ADGP മനോജ് എബ്രഹാം ആഭ്യന്തര വകുപ്പിന് വിശദമായ റിപ്പോർട്ട് നൽകിയിരുന്നു. തുടർച്ചയായി 2ാം വർഷവും അനാവശ്യ ഇടപെടലുമായി പൂരം നടത്തിപ്പിൽ കമ്മീഷണർ പ്രതിസന്ധി സൃഷ്ടിച്ചതായാണ് ഇന്റലിജൻസ് വിലയിരുത്തൽ. പോലീസിന്റെ പരുക്കൻ ഇടപെടലുകൾ പലവട്ടം വാർത്തയായിട്ടും സർക്കാർ തലത്തിൽ ഇടപെടൽ ഉണ്ടായില്ല എന്നതും ചർച്ചകളിലുണ്ട്. കമ്മീഷണറെ തിരുത്താൻ സർക്കാർ ഒന്നും ചെയ്യാത്തതും വിവാദമാണ്. പൂരത്തിനിടെ പോലീസ് കമ്മീഷണർ മോശമായി പെരുമാറുന്നതിന്റെ വീഡിയോകളും പുറത്തു വന്നിരുന്നു. ഇതെല്ലാം ദേശക്കാർക്കിടയിൽ കമ്മീഷണർക്കെതിരായ വികാരം ശക്തമാക്കി. വടക്കുംനാഥ ക്ഷേത്രത്തിനുള്ളിൽ ഇലഞ്ഞിത്തറ മേളം നടക്കുമ്പോൾ എഴുന്നള്ളിപ്പിന് നിരന്ന ആനകൾക്ക് പനമ്പട്ടയുമായി എത്തിയ ജീവനക്കാർക്ക് നേരെ കമ്മീഷണർ ആക്രോശിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഇതിലുണ്ട്. എടുത്തോണ്ട് പോടാ പട്ട എന്നായിരുന്നു കമ്മീഷണറുടെ വെല്ലുവിളി. ആനയ്ക്ക് കൊടുക്കാനാ സാറേ എന്ന് ജീവനക്കാരൻ പറയുന്നത് വീഡിയോയിൽ കേൾക്കാം. ഒന്നും കൊടുക്കേണ്ട എന്നായിരുന്നു മറുപടി. ചുറ്റും കണ്ടു നിന്നവർ കൊടുത്തുവിട് സാറേ, ആന പ്രശ്നമുണ്ടാക്കും എന്ന് പറഞ്ഞിട്ടും കമ്മീഷണർ വഴങ്ങിയില്ല. എന്നാൽ അയാളുടെ തലയിൽ വെച്ച് കൊടുക്കുന്ന കമ്മീഷണർക്കെതിരെ ജനക്കൂട്ടത്തിൽ നിന്നുള്ള കമന്റും കേൾക്കാം. ഇതിന് പിന്നാലെ സ്പെഷ്യൽ കുടയുമായി എത്തിയവരെയും കമ്മീഷണർ തടഞ്ഞുവെച്ചു. ടെക്നീഷ്യനാണ് എന്ന് വന്നയാൾ പറയുന്നുണ്ടെങ്കിലും ഒരു ടെക്നീഷ്യനും കയറണ്ട എന്നായിരുന്നു കമ്മീഷണറുടെ മറുപടി. തിരുവമ്പാടിയുടെ ശ്രീരാമക്കുടയുമായി എത്തിയ ആളിനെയാണ് തടഞ്ഞത്. വടക്കുംനാഥ ക്ഷേത്രത്തിലെ വിളക്കുമാടത്തിൽ ഒഴിക്കാൻ എണ്ണയുമായി എത്തിയ ആളെയും ACP തടഞ്ഞു. എണ്ണയുമായി വന്നയാളെ പോലീസുകാർ തടഞ്ഞത് പൂരക്കമ്മിറ്റിക്കാരിൽ ഒരാൾ ചോദ്യം ചെയ്തു. എന്നാൽ പൂരം കഴിഞ്ഞ് വിളക്ക് വെക്കാമെന്നായിരുന്നു ACPയുടെ മറുപടി എന്ന് കമ്മിറ്റിക്കാർ പറയുന്നു. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങളാണ് ഇത്തവണ പോലീസുകാർ പൂരം നടത്തുന്ന അല്ലെങ്കിൽ കമ്മിറ്റിക്കാർക്കെതിരെയും ജനങ്ങൾക്കെതിരെയും ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒരു ഉത്തരവാദിത്തപ്പെട്ട അധികാരത്തിലിരിക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ വളരെ മോശമായി വളരെ പരുക്കൻ സ്വഭാവത്തോടു കൂടി ജനങ്ങളോട് അല്ലെങ്കിൽ ഈ പൂരം നടത്തുന്ന ആളുകളോട് സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളതെല്ലാം നമുക്ക് തെളിവ് സഹിതം പുറത്തു വന്നിട്ടുള്ളൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. പൂരവിവാദത്തിൽ കമ്മീഷണർ അങ്കിത് അശോകിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം CPM-ലും ശക്തമാണ്. ഗുരുതര വീഴ്ചയുണ്ടായെന്നും അതുകൊണ്ട് തന്നെ ഉടൻ തീരുമാനം എടുക്കണമെന്നാണ് ആവശ്യം. കമ്മീഷണറുടെ ഇടപെടൽ അന്വേഷിക്കണമെന്നാണ് CPM നിലപാട്. പോലീസിന്റെ അനാവശ്യ ഇടപെടൽ വഷളാക്കിയെന്ന് LDF തൃശൂർ ജില്ലാ നേതൃത്വം വിലയിരുത്തുന്നു. പൂരം വെടിക്കെട്ട് വൈകിയതിന്റെ ഉത്തരവാദിത്തം കമ്മീഷണർക്കാണെന്ന് ദേവസ്വങ്ങളും ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അപ്രതീക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി അങ്കിതിനെതിരെ വകുപ്പ് തല നടപടിയാണ് സർക്കാർ ആലോചന. എന്നാൽ ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി അനിവാര്യതയാണ്. അങ്കിതിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ദൃശ്യങ്ങൾ അടക്കം കമ്മീഷന് കൈമാറിയെന്നാണ് സൂചന. പോലീസിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ ചൊല്ലി തൃശൂർ പൂരത്തിനിടയിൽ ഉണ്ടായ പ്രതിസന്ധിയെക്കുറിച്ച് ലഭിച്ച പരാതികളിൽ അന്വേഷണം നടത്താൻ DGPക്ക് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ 2 പരാതികളാണ് എത്തിയതെന്നും ഇതിൽ അന്വേഷണം നടത്താനായി DGPക്ക് കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിഷയം ഗൗരവതരമായി കാണുന്നെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. തൃശൂർ പൂരം സംബന്ധിച്ച് നേരത്തെ 1-2 ഘട്ടങ്ങളിൽ ഇടപെടാൻ തനിക്ക് അവസരം ലഭിച്ചിരുന്നു. അന്ന് തെരഞ്ഞെടുപ്പ് സമയമല്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാർ ഇടപെടുന്നതിന് പരിമിതിയുണ്ട്. അന്ന് ഇടപെട്ട് നല്ല ഫലം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയപ്പോൾ ദേവസ്വം ഭാരവാഹികൾ വന്നു കണ്ടിരുന്നു. ഒരു ദിവസം അവിടെ എത്താൻ ക്ഷണിച്ചിരുന്നു. അന്ന് കോഴിക്കോട് പോകുന്നതിനാൽ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. നല്ല രീതിയിലാണ് സർക്കാർ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുത്തതെന്നും ഇതാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഏതായാലും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ രീതിയിൽ തന്നെ നടപടിയെടുക്കാനാണ് ഇപ്പോൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉയരുന്ന ആരോപണം.